ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്ന് ഉരുളൻകിഴങ്ങും റവയും കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് വെച്ചാൽ 2 ഉരുളൻകിഴങ്ങ് ഞാൻ കുക്കറിൽ വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ റവ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരെണ്ണം നല്ലപോലെ ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ മുളക് പൊടി എടുത്താലും മതി. ഈ ചില്ലി ഫ്ലേക്സ് നമ്മൾ ഈ വറ്റൽ മുളകില്ലേ, അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആവും. പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില അല്ലെങ്കിൽ നിങ്ങൾ കരിവേപ്പിൻ്റെ ഇല എടുത്താലും മതി. പിന്നെ കുറച്ചൊരു ചെറുനാരങ്ങയുടെ ഒരു പകുതിയിലും കുറച്ച് ചെറുനാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. കുറച്ചൊരു പുളിയുടെ മാതിരി ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇത്ര സാധനമാണ് വേണ്ടത്. ഇനി അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ആദ്യം ഞാൻ ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞെടുത്തത് നല്ലപോലെ നമുക്കൊന്ന് കൈ കൊണ്ട് പൊടിച്ചെടുക്കാം. നല്ലപോലെ പൊടിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുമാതിരി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ റവ ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, ചില്ലി ഫ്ലേക്സ്, ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ നാരങ്ങാനീര് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുറച്ചൊരു പുളിയുടെ ഒരു സ്വാദുണ്ടാകും, നല്ല ടേസ്റ്റാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. അപ്പം നല്ലപോലെ കുഴച്ചെടുത്തതിന് ഇത് നമുക്കൊരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുണ്ടാക്കാൻ നോക്കാം. അപ്പം നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇതെല്ലാം റവയെല്ലാം കൂടി ഇത് മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റായി. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കയ്യിൽ കുറച്ച് എണ്ണമെഴുക്ക് വരട്ടെ. എണ്ണമെഴുക്ക് വരട്ടി ഇനി നമ്മളിതൊന്ന് ഓരോ ഉരുളെടുക്കുക. ഉണ്ടല്ലേ, ഇതേമാതിരി. എന്നിട്ട് ഇതേമാതിരി പരത്തുക. ഇതേമാതിരി റൗണ്ടിൽ നമ്മൾ പരത്തുക. അപ്പോൾ നമ്മളൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചെടുത്തു. അത് ചൂടായി എന്ന് നോക്കാം നമുക്ക്. എണ്ണ ചൂടായി. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. തീ സിമ്മിലാക്കിയിട്ട് വെക്കണം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് ബ്രൗൺ കളറായി ഒന്ന് നോക്കണം. ബ്രൗൺ കളറാകുമ്പോൾ ഇത് പായി. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വാങ്ങിയെടുക്കാം. കണ്ടില്ലേ, 2 സൈഡും ബ്രൗൺ കളറായി. നമുക്കിത് വാങ്ങാം. അടുത്തും കൂടി നമുക്കിതുമാതിരി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉരുളൻകിഴങ്ങ് റവയും കൊണ്ടുള്ള നല്ല 4 മണി പലഹാരം റെഡിയായി. 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുള്ളത് പെട്ടെന്ന് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു.